ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ, സ്നേഹം നിറഞ്ഞ നാമത്തിൽ, രാജകീയ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. യേശുക്രിസ്തു രാജാക്കന്മാരുടെ രാജാവാണ്. യേശുക്രിസ്തു ചക്രവർത്തിമാരുടെ ചക്രവർത്തിയാണ്. വേദപുസ്തകത്തിൽ വളരെ മനോഹരമായി യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുന്ന കുറേ നാമങ്ങൾ, കുറേ പദവികൾ എഴുതിയിട്ടുണ്ട്. എന്തെല്ലാമാണത്? അങ്ങ് പുരാതന കാലത്ത് ജീവിച്ചിരുന്ന, പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന മോശയെ ചേർത്ത് നിർത്തിക്കൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, യേശു മോശയേക്കാൾ വലിയവനാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതനായ ഒരു പ്രവാചകനായിരുന്നു മോശ, അല്ലേ? 600,000 നടത്താൻ ദൈവം തൻ്റെ കരങ്ങൾ ഉപയോഗിച്ചവൻ. എന്നാൽ യേശു അതിലും വലിയവനാണ്. അന്ന് ഏറ്റവും വലിയ മഹാനായ രാജാവായിരുന്നു ശലോമോൻ, കിങ് സോളമൻ. എന്നാൽ വേദപുസ്തകം പറയുന്നു യേശു ശലോമനേക്കാൾ വലിയവനാണ്. കർത്താവിന് സ്തോത്രം. അന്നത്തെ ഒരു പ്രവാചകനായിരുന്നു യോനയുടെ പേര് ഉദ്ധരിച്ചുകൊണ്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു യേശു യോനയേക്കാൾ വലിയവനാണ്. എന്നാൽ പോകട്ടെ, ഒത്തിരി ദേവാലയങ്ങളുണ്ടല്ലോ. വേദപുസ്തകം പറയുന്നു യേശു ദൈവാലയങ്ങൾക്കാൾ വലിയവനാണ്, യേശു ദൈവാലയത്തേക്കാൾ വലിയവനാണ്. ഇനി പോകട്ടെ, ആയിരക്കണക്കിന് കോടിക്കണക്കിന് ദൂതന്മാരുണ്ടല്ലോ. ബൈബിൾ പഠിപ്പിക്കുന്നു യേശു ദൂതന്മാരെക്കാൾ വലിയവനാണ്. എന്നാൽ ഇനി സ്വർഗത്തിൽ പോകണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം, നമ്മുടെ എല്ലാവരെയും ലക്ഷ്യം സ്വർഗത്തിലെത്തണം, സ്വർഗരാജ്യം ഏറ്റവും വലിയ ആഗ്രഹം. വേദപുസ്തകം വീണ്ടും പഠിപ്പിക്കുന്നു യേശു സ്വർഗത്തെക്കാളും വലിയവനാണെന്ന്. അപ്പോൾ യേശു ആരാണ് പ്രിയരെ? എല്ലാത്തിലും വലിയവൻ, എല്ലാത്തിലും ഉന്നതൻ, എല്ലാത്തിലും ശ്രേഷ്ഠൻ. അവനൊപ്പം പറയാനൊരാളില്ല, അവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല. സ്തോത്രം. ആ യേശുവിനെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസിന് ശേഷം കാലങ്ങൾ മുന്നോട്ട് പോയെങ്കിലും അനേക ദൈവമക്കൾ ഈ സുവിശേഷം ഏറ്റെടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങി. ക്രൂശിൻ്റെ വചനം, ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുമെന്ന്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന്. ദൈവം വിചാരിച്ചാൽ നടക്കാത്ത എന്ത് കാര്യമുണ്ട്? ഒരു കാര്യവുമില്ല പ്രിയരെ. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയതോ എത്ര സങ്കീർണമായോ പ്രശ്നമുണ്ടെങ്കിലും, അതിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, യേശുക്രിസ്തുവിന് അസാധ്യമായതൊന്നുമില്ല. മകളെ, എന്നിട്ട് സകല പ്രശ്നത്തിന് പരിഹാരം യേശുവിൻ്റെ സന്നിധിയിലുണ്ട്. മകനെ, നീ കടബാധയിലൂടെ വലഞ്ഞു പോവുകയാണോ? എന്ന് മരിച്ചാൽ മതി, ആത്മഹത്യ ചെയ്താൽ മതി, എങ്ങനെ എൻ്റെ കടം തീരും? ഹൂ വിൽ പേ ദിസ് ബിഗ് എമൗണ്ട്? അങ്ങനെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുകയാണോ? ഞാൻ യേശുക്രിസ്തു നാമത്തിൽ പറയാം, ജീസസ് ക്രൈസ്റ്റ് വിൽ പേ ദ എൻറ്റയർ എമൗണ്ട്. യേശു പേ ചെയ്യും മോനെ. യേശു നിൻ്റെ രോഗം സൗഖ്യമാക്കും മകളെ. യേശു നിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റും. യേശു മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ ഇന്ന് കഞ്ചാവിന് മദ്യത്തിന് അടിമകളായി നടക്കുന്ന മക്കൾ, അവർ തിരിഞ്ഞു വന്ന് അവർ യേശുവിനെ സ്വീകരിക്കും. അവർ യേശുവിൻ്റെ വേലക്കാരായി, യേശുവിൻ്റെ സാക്ഷികളായിത്തീരും. ഞാൻ എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവ് കാര്യങ്ങൾ, വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത്? ഈ വിശ്വാസമാണ് ദൈവപ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ നിരാശപ്പെട്ട് നിരാശാകരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. എനിക്കതില്ല, ഇതില്ല, എനിക്ക് രോഗമാണ്, നിരാശയാണ്, കടമാണ്, അങ്ങനെ നിരാശയുടെ വാക്കുകൾ പറയരുത്. എനിക്ക് കടമുണ്ടെങ്കിലും എനിക്ക് യേശുവുണ്ട്. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കണം, യേശുവിനെ സ്വീകരിക്കണം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം കിട്ടും, കർത്താവ് തരും. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ സകലതും മാറ്റിത്തരാൻ യേശുക്രിസ്തുവിന് കഴിയും. പിന്നെ എന്തിനാണ് നാം ഭാരപ്പെടുന്നത്? പിന്നെ എന്തിനാണ് നിരാശപ്പെടുന്നത്? പിന്നെ എന്തിനാണ് വലഞ്ഞു കഴിയുന്നത്? നാം ആരും വലഞ്ഞും ഞെരുങ്ങിയും കഴിയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കുക. വലയ്ക്കുന്നവൻ പിശാചാണ്. അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്ന ദുഷ്ടപ്പിശാച്. ആ പിശാചിനെ ഇടയ്ക്ക് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. കർത്താവ് വന്നത് നമുക്ക് ജീവൻ തരാൻ, സമൃദ്ധിയായി ജീവൻ തരാൻ, നമുക്ക് സന്തോഷം തരാൻ, മഹാസന്തോഷം തരാൻ, നമുക്ക് സമാധാനം തരാൻ, വലിയ സമാധാനം തരാൻ, നമുക്ക് സൗഖ്യം തരാൻ, നമ്മുടെ ശാപങ്ങൾ മാറ്റാൻ, നമ്മുടെ നിന്ദകൾ മാറ്റാൻ, നമുക്ക് നിത്യജീവൻ്റെ അവകാശം തരാൻ. ഇതിനൊക്കെ യേശു വന്നത്. പ്രിയപ്പെട്ടവർ, നാം ചിന്തിച്ചു വന്നത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം വന്നു. രാജാക്കന്മാർ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലെല്ലാം എഴുതിയിരിക്കുന്നത് ഹിസ്കിയ രാജാവിനെ കുറിച്ചാണ്. ഒരു രാജാവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിലും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കാൻ നാം ആഗ്രഹിക്കണം.
പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരെയും പേര് നല്ല മാർബിളിലും നല്ല ഗ്രാനൈറ്റിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ സ്വർഗത്തിൽ പേരുണ്ടോ? ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടോ? ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ നമ്മെക്കുറിച്ച്? അതാണ് പ്രധാനം. ഇവിടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഇവിടെ പള്ളിയിലും ചർച്ചിലും ഒക്കെ പേരുണ്ടാവും, ഒക്കെ അയക്കുമോ? പക്ഷേ കുഴപ്പമില്ല. പക്ഷേ സ്വർഗത്തിൽ പേര് വേണം. നമ്മുടെ പേര് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണം. ആ ഒരു പദവി ലഭിക്കാത്തവർ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുന്ന ഭാഗ്യം എനിക്ക് തരണം. എന്തുകൊണ്ടാണ്? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം പറയുന്നു, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ പറയുന്നതല്ല. ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. ഇവിടെ വേറെ എങ്ങും പേരില്ലെങ്കിലും അത്ര കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പക്ഷേ അവിടെ പേരില്ലെങ്കിൽ പോക്കായി, എല്ലാം പോക്കായി. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കൂ, കൊതിക്കൂ, കർത്താവേ, ഞാൻ എൻ്റെ ജീവിതം അങ്ങേക്ക് തരുന്നു, എൻ്റെ പേരും ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എൻ്റെ കർത്താവ് ഇപ്പോൾ തന്നെ അത് ചെയ്യും. പിശാചിനോട് യാത്ര പറഞ്ഞ് യേശുവിനെ സ്വന്തം രക്ഷിതാവ് കർത്താവായി സ്വീകരിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന ഒരു പദവിയാണത്. അങ്ങനെ ഒത്തിരി പദവി കർത്താവ് തരും. ഈ യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ച് കഴിയുമ്പോഴല്ലേ പദവികൾ ശരിക്കും കിട്ടുന്നത്. എന്ത്? യേശു നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുന്നു, നാം സ്വർഗത്തിൽ ജനിക്കുന്നു, സ്വർഗത്തിൽ കൊണ്ടുപോയി കർത്താവ് നമ്മെ ഇരുത്തുന്നു, നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങൾ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുന്നു. ഹല്ലേലൂയ! നമ്മെ ഒരു ബ്രാൻഡ് ന്യൂ പേഴ്സണാലിറ്റി ആക്കി കർത്താവ് മാറ്റുന്നു. നമുക്ക് വേണ്ടി ദൂതന്മാരെ കൽപ്പിച്ചാക്കുന്നു. നമ്മുടെ കാര്യം സ്വർഗത്തിൻ്റെ കാര്യമാകുന്നു. ഇങ്ങനെ എന്തെല്ലാം പദവികളാണെന്നറിയാമോ? നാവ് കൊണ്ടൊരു ചെറിയ തീരുമാനം പറയുമ്പോൾ, യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ യേശുവിൻ്റെ രക്ഷിതാവെന്ന് ഞാൻ വായ്കൊണ്ട് ഏറ്റുപറയുന്നു, യേശുവിനെ പിതാവായ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ചെറിയ കാര്യം നമുക്ക് തോന്നും. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം വേർതിരിച്ച് നാം ഒരു യഥാർത്ഥ ദൈവജനപ്രകാരം ഒരു സ്നാനത്തിലേക്ക് വരുമ്പോൾ, അതിപ്പോൾ ഒരു കുഞ്ഞു കാര്യമല്ലേ? കുഞ്ഞു കാര്യമാണ്, പക്ഷെ പറഞ്ഞത് വലിയവനായ ദൈവമാണ്. അതാണ് കാര്യം. കൊച്ചു കാര്യമായിട്ട് നമുക്ക് തോന്നും, പക്ഷെ പറഞ്ഞത് നിത്യനായ ദൈവമാണ്. ദൈവം പറഞ്ഞ ഒരു കാര്യവും ചെറുതല്ല, അത് വലുതാണ്. മകനെ, നീ അത് ചെറുതായിട്ട് തൊഴിച്ചു കളയരുത്. ചെറിയ കാര്യമല്ലേ, അതിനെന്തത്ര കാര്യം? ഇപ്പോൾ ചെയ്യരുത്. ചില ചടങ്ങല്ലേ. എന്താ ചടങ്ങ്? ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചടങ്ങല്ല, ദൈവത്തിൻ്റെ പ്രമാണമാണ്, അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതിനെ ചടങ്ങെന്നോ പ്രവൃത്തിയെന്നോ പറഞ്ഞ് തൊഴിച്ചു കളയല്ലേ. ഈ വേദപുസ്തകത്തിൽ അങ്ങനെ അനേക കാര്യങ്ങളുണ്ട്, ഒരു കാര്യമല്ല. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം വന്നു. മരിക്കത്തക്ക രോഗം വന്നപ്പോൾ ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകനെ ദൈവം ഹിസ്കിയാവിൻ്റെ അടുക്കിലേക്ക് അയച്ചു. ഭാഗ്യമായി പോയി. അവിടെ ചെന്നിട്ട് രോഗം മാറും, സൗഖ്യമാകുന്നുള്ള വളരെ സോപ്പിട്ട്, ഇന്ന് പലരും പറയുന്ന പോലെ സഭയിൽ നിന്ന് ആൾ പോകരുത്, അതുകൊണ്ട് സോപ്പിടും. എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ല, എന്ത് അക്രമം കാണിച്ചാലും കുഴപ്പമില്ല, പിള്ളേർ തലയും കുത്തി മറിഞ്ഞാലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ലാത്ത സഭകളുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? എല്ലാവരെയും ഓടെ പറയുകയല്ല. സഭയാണോ? ചില ഡിസിപ്ലിൻസ് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. വേദപുസ്തകത്തിൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത് ദൈവഭയത്തോടെ ജനം ഇരിക്കണം. കുറേ പേര് മൊബൈലിലും, കുറേ പേര് അവിടെ മാറിയിരുന്ന് കൊച്ചു വർത്താനം പറയും, കുറേ പേര് ചിരിക്കുകയും, കുറച്ച് പേര് കളിക്കുകയും, കുറച്ച് പിള്ളേർ ഓടി നടക്കുകയും, കുറേ ബഹളവും ഒച്ചയുമായിട്ടല്ല സഭ പോകേണ്ടത്. ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ, ആ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നാം സന്തോഷിക്കണം. അവിടെ ആരാധന മുഴങ്ങണം, ആരാധനയുടെ ശബ്ദം മുഴങ്ങണം, സ്തുതിയുടെ ശബ്ദം മുഴങ്ങണം, ദൈവസ്നേഹത്തിൻ്റെ ശബ്ദം മുഴങ്ങണം, ദൈവവചനത്തിൻ്റെ ശബ്ദം മുഴങ്ങണം, ദൈവിക ആരാധന മുഴങ്ങണം. അതാണ് സഭ, അതാണ് ചർച്ച്. കർത്താവിന് സ്തോത്രം. രാഷ്ട്രീയം പറയുന്നതല്ല ചർച്ച്, ഫുട്ബോളിനെ കുറിച്ച് പറയുന്നതല്ല ചർച്ച്. കർത്താവിന് സ്തോത്രം. ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വരുന്ന ഒരു സ്ഥലമല്ല ചർച്ച്. നമ്മുടെ വീടിനെക്കുറിച്ചോ വസ്തുവിനെക്കുറിച്ചോ കാറിനെക്കുറിച്ചോ ഡ്രസ്സിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് അതിൻ്റെ മഹത്വവും ഗുണമേന്മയും ഒക്കെ പറഞ്ഞ് ചിന്തിക്കേണ്ട സ്ഥലമല്ല ചർച്ച്. ജീവനുള്ള ക്രിസ്തുവിൻ്റെ മഹത്വം അന്വേഷിക്കേണ്ടതാണ് ചർച്ച്. ഹല്ലേലൂയ. വചനത്തിൻ്റെ ആഴമെന്തെന്ന് ചിന്തിക്കേണ്ടതാണ് ചർച്ച്. എനിക്കെന്ത് രൂപാന്തരം ലഭിക്കണമെന്ന് ചിന്തിച്ച് ദൈവവചനത്തിന് മുമ്പിൽ താണിരിക്കുന്നതാണ് ചർച്ച്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ് മനുഷ്യഹൃദയങ്ങളോട് ഇടപെട്ട് മറഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന പാപങ്ങളെ ബോധ്യപ്പെടുത്തി അനുദപിപ്പിച്ച് ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തത്താലിലെ കഴുകൽ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപ പകർന്നു കൊടുത്ത് ജനത്തെ തിരിച്ചുവിടേണ്ട സ്ഥലമാണ് ചർച്ച്. അതാണ് കൂട്ടായ്മ. വന്നു, ഒരു പാട്ട് പാടി, വേദപുസ്തകം വായിച്ചു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, കഞ്ഞിയും കുടിച്ചു, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച്, എന്തെങ്കിലും കുറച്ച് രാഷ്ട്രീയവും പറഞ്ഞ്, അല്ലെങ്കിൽ സഭാ രാഷ്ട്രീയം പറഞ്ഞ്, സഭയിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തർക്കവും പറഞ്ഞ് പോകുന്നത് അല്ല പ്രിയരേ സഭ. അതിന് വേറെ പേര് പറയണം. കർത്താവിൻ്റെ സഭ അതല്ല. ആരാധനയുടെ ശബ്ദം, സ്തുതിയുടെ ശബ്ദം, സ്നേഹത്തിൻ്റെ ഐക്യം.
വചനത്തിൻ്റെ ഒഴുക്ക്, ഹല്ലേലൂയ, കൃപാവരങ്ങളുടെ ജ്വലനം, ആത്മഫലത്തിൻ്റെ നിറവ്, ഇതെല്ലാമാണ് സഭയുടെ ബേസിക് ക്വാളിറ്റി. ദൈവം പറയുന്നു, ഹല്ലേലൂയ, 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 ആലയത്തിൻ്റെ ചുറ്റും അതിൻ്റെ അകവും വിശുദ്ധമായിരിക്കണം. വിശുദ്ധിയെക്കുറിച്ച് പറയുന്നതാണ് സഭ, ചർച്ച്, കൂടിയ വരവ്. ഹിസ്കിയാവിനോട് യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, അവശനായി കിടന്ന ആളുടെ അടുത്ത് പോയി രോഗസൗഖ്യമാകുന്നു, ആശ്വാസത്തിൻ്റെ വാക്കുകളിലേ പറയേണ്ടത്. അത് നമ്മുടെ ബുദ്ധിയാണ്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി വേറെയാണ്. ഈ ബുദ്ധിയും പദ്ധതിയും തമ്മിൽ യോജിക്കുകയല്ല. ഒന്നുകിൽ പദ്ധതി നടക്കും, ഇല്ലെങ്കിൽ ബുദ്ധി നടക്കും. മോനെ, നീ ബുദ്ധിയിൽ ആലോചിച്ച് ഓരോന്ന് ചെയ്താൽ ദൈവപദ്ധതി നിന്നിൽ വെളിപ്പെടുകയില്ല. അതുകൊണ്ട് ബുദ്ധി താഴെ വെച്ച് ദൈവിക പദ്ധതി, കിങ്ഡം പ്ലാൻ, കിങ്ഡം പ്രിൻസിപ്പിൾ. സ്വർഗത്തിലെ ഒരു രാജ്യമുണ്ട് പ്രിയരെ, കിങ്ഡം. ഇത് ഭൂമിയിലെ കിങ്ഡം അല്ല. ഇവിടെ ഭൂമിയിൽ 100 കണക്കിന് 195 ചില രാജ്യങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഓരോ രാജ്യങ്ങളിലും ഓരോ ഭരണാധികാരികളുണ്ട്. അതാണ് അവർക്ക് ഭരണഘടനകളുമുണ്ട്. എന്നാൽ കിങ്ഡം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. സ്വർഗത്തിൽ ഒരു പ്രിൻസിപ്പിളേ ഉള്ളൂ. ആ പ്രിൻസിപ്പിൾസനുസരിച്ച് വേണം എല്ലാവരും മൂവ് ചെയ്യാൻ, ഇല്ലെങ്കിൽ കർത്താവ് പ്രസാദിക്കുകയില്ല. കിങ്ഡം പ്ലാൻ, കിങ്ഡം പ്രിൻസിപ്പിൾ. ആ കിങ്ഡം പ്രിൻസിപ്പിൾ പറഞ്ഞു, യെശയ്യാവിനോട് പറഞ്ഞു, ഹിസ്കിയാവിൻ്റെ അടുക്ക് എന്നിട്ട് പറയണം, ആ കാലത്ത് ഹിസ്കിയാവ് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. അയ്യോ, 3 കാര്യങ്ങൾ. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കണം, സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ. 2, നീ മരിച്ചു പോകും, യു വിൽ ഡൈ. 3, ശേഷിക്കുകയില്ല. സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. നീ മരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊള്ളാൻ. സാധാരണ രോഗികൾ അത് കേട്ട് അപ്പം മരിച്ചു പോകും, ഇല്ലേ? അപ്പോൾ നമ്മളാണെങ്കിൽ പറയും, ചാവാറായി കിടക്കുന്ന രോഗിയുടെ അടുത്ത് ഇങ്ങനെയാണോ പറയണത്, ഇല്ലേ? അത് നമ്മുടെ ബുദ്ധിയാണ്. സഭയിൽ വലിയ ഉത്തരവാദിത്വത്തോടെയും ഉത്സാഹത്തോടെയും മനോരോട് ഇങ്ങനെയാണോ പറയുന്നത്? ദേഷ്യത്തോടെയാണ് പറയുന്നത്? ശാസനയോടെയാണ് പറയുന്നത്? ഒന്ന് സ്നേഹമായിട്ടൊക്കെ പറഞ്ഞു പോരെ? അത് നമ്മുടെ ബുദ്ധിയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി വേറെയാണ്. ചിലർക്ക് ശാസന വേണം, ചിലർക്ക് തർജ്ജനം വേണം, ചിലർക്ക് ഉപദേശം വേണം, ചിലർക്ക് കൈത്താങ്ങൽ വേണം, ചിലർക്ക് ഉൾക്കരുത്തില്ലാത്തവരെ ബലപ്പെടുത്തണം. ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വിവിധ തലങ്ങളാണ്. ഹിസ്കിയാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകുക. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, മകനെ, സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിക്കും, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും മരിക്കും. ഒരു മരണമുണ്ട്. മരണമില്ല എന്ന് വിചാരിച്ച് ജീവിക്കുകയല്ലേ പലരും. ഒരു മരണമുണ്ട്. അതുകൊണ്ട് ആ മരണത്തിന് വേണ്ടി നാം ഒരുങ്ങണം, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങണം. ഒരുക്ക ആവശ്യമാണ് പ്രിയരെ. വെറുതെ അങ്ങ് ചുമ്മാ ഒരു ആചാരവും അനുഷ്ഠാനമൊക്കെ അനുഷ്ഠിച്ച് ചില ചടങ്ങുകളൊക്കെ ചിന്തിച്ച് മരിച്ചതിന് ശേഷം കുറച്ച് ചടങ്ങൊക്കെ ചെയ്താൽ ദൈവരാജ്യത്തിൽ പോകാൻ നിങ്ങൾ ഭോഷ്ക്ക് വിശ്വസിക്കരുല്ലേ, വ്യർത്ഥമായി വിശ്വസിക്കല്ലേ. ഈ വചനത്തിലുണ്ട് എങ്ങനെ വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണമെന്ന്. സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ ശ്രമിക്കട്ടെ. അന്ന് ഹിസ്കിയാവിനോട് യെശയ്യാ പ്രവാചകന്റെ നാവിലൂടെ സംസാരിച്ച അതേ പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കുന്നു. മകനെ, പ്രിയമകളെ, നീ മരിച്ചു പോകും. നീ എന്ത് ചെയ്യണം? പേടിക്കുകയല്ല വേണ്ടത്. ഗ്രഹകാര്യം ക്രമത്തിലായാൽ മതി. ജീവിതം ക്രമീകരിക്കണം. വല്ലതും കൊടുത്തു തീർത്തോളണം. ആരോടെങ്കിലും വഴക്കുണ്ടെങ്കിൽ പറഞ്ഞു തീർത്തോളണം. വല്ല അഹങ്കാരവും പാപവും തന്നിഷ്ടവും അശുദ്ധിയും തിന്മയൊക്കെ ഉണ്ടെങ്കിൽ പാപത്തോട് യാത്ര പറഞ്ഞ് വിശുദ്ധ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കണം. ഇതൊക്കെ ചെയ്താൽ മതി. യേശുവിനെ രക്ഷിതാവ് കർത്താവ് സ്വീകരിച്ചാൽ മതി, ദൈവരാജ്യത്തിലെത്താം. ആ ഭാഗ്യപദവിയിലേക്ക് കർത്താവ് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഈ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരും എൻ്റെ യേശുവിനെ സ്നേഹിച്ചും സേവിച്ചും ആരാധിച്ചും നിത്യതയിലെത്തണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കർത്താവിനെ നിങ്ങളെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. യേശുവിൻ്റെ രക്തം ഇന്ന് സംസാരിക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമം നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് ആർക്കും രക്ഷപ്പെടാവുന്ന കൃപായുഗമാണ്. ഇപ്പോഴാവുന്നു സുപ്രസാദകാലം, ഇപ്പോഴാവുന്നു രക്ഷാദിവസം. രക്ഷപ്പെടാം, നമുക്ക് മനം തിരിയാം. അതിനിടയാകട്ടെ ഹിസ്കിയ രാജാവിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇനി അടുത്ത പ്രസംഗങ്ങളിലെല്ലാം നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വചന ശുശ്രൂഷ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.